വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി അറബിക്കിൻ്റെ തേർഡ് സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി അതിൻ്റെ ബ്ലോക്ക് 3 ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 അൽ മദ്രസത്തുൽ വാഖഇയ്യ വ തതവ്വുറുഹ. ഈ ബ്ലോക്ക് 3 തന്നെ റിയലിസ്റ്റിക് പോയട്രികളെ കുറിച്ചുള്ള ചർച്ചകളും ഉദാഹരണങ്ങളും അതിലെ കവിതകളുമാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്താണ് അൽ മദ്രസത്തുൽ വാഖഇയ്യ, റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, വ തതവ്വുറുഹ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളതും എങ്ങനെയാണ്. അപ്പോൾ അവിടെ കൊടുത്ത് നമുക്ക് വായിച്ചു നോക്കാം. അൽ വാഖഇയ്യത്തു ഫിൽ അദബി, സാഹിത്യത്തിലെ വാഖഇയ്യ എന്ന് പറഞ്ഞാൽ ഹി തയ്യാറുൻ അദബിയ്യൻ യഹ്ദഫു ഇലാ തസ്വീരിൽ ഹയാത്തി കമാ ഹിയ ഫിൽ വാഖഇ, യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് അതേപോലെ ജീവിതത്തെ ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ മുന്നോട്ട് വന്ന ഒരു സാഹിത്യ മുന്നേറ്റമാണ്, പ്രവാഹമാണ് റിയലിസം എന്നുള്ളത്. ബി അക്ബരി ദിഖത്തിൻ വസിദ്ഖിൻ മുംകിനൈൻ, ആ ഒരു അവതരണം എങ്ങനെയാവണം, ഏറ്റവും സൂക്ഷ്മമായ നിലക്കും സാധ്യമായ അത്ര സത്യസന്ധമായ നിലക്കും ജീവിതത്തെ അതുപോലെ അവതരിപ്പിക്കുക. യസ് അൽ അദബുൽ വാഖഇ ലാ തഖ്ദീമി സൂറത്തിൻ വാഖഇയ്യ, അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹിത്യം, റിയലിസം എന്ന് പറയുന്ന ആ മേഖലയിലുള്ള സാഹിത്യങ്ങളെല്ലാം തന്നെ അത് റിയലായ ചിത്രം നൽകാനാണ് ശ്രമിക്കുക. അതേപോലെ മൗദൂഇയ്യ, അത് വളരെ വസ്തുനിഷ്ഠമായ നിലക്കുള്ള ഒബ്ജക്റ്റിവിറ്റിയോടുകൂടിയുള്ള, ആരെക്കുറിച്ച് ആലം വൽ മുജ്തമഅ വൽ ബഷർ, മനുഷ്യരെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് അതിനൊക്കെ വസ്തുനിഷ്ഠമായ നിലക്ക് അവതരിപ്പിക്കുന്നു. ദൂന തസ്യീഫിൻ ഔ തജ്മീലിൻ, അതിന് കുറേ അലങ്കാരമോ ഭംഗിയോ കൃത്രിമത്തോ ഒന്നുമില്ലാതെ. വദാലിക ബി മുറാഖബത്തിൻ വ തസ്ജീലി തഫാസീലി വൽ അഹ്ദാസി ബിശക്ലിൻ ദഖീഖിൻ, അത് സാധ്യമാകുക എങ്ങനെയാണ്? ഈ പ്രകൃതിയെയും ലോകത്തെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ വിഷയങ്ങളെയും വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെ സൂക്ഷ്മമായി കൊണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ രൂപത്തിലൊക്കെ നേർക്കുനേരെ കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. തയ്യാറുള്ള ദബിയു കറദ്ദിഫഇലിൻ റൊമാൻസിയ, റൊമാൻറ്റിസം എന്ന ആ ഒരു മുന്നേറ്റത്തിന് എതിരെ നിന്നുകൊണ്ട് അവർക്ക് മറുപടി എന്ന നിലക്കാണ് ഈ ഒരു സംഘം രംഗത്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അലത്തിക്കാനത്തമീല തഖയ്യുലി വൽ ഖിയാലി വൽ ഹുറൂബി മിനൽ വാഖഇ, റൊമാൻറ്റിസം എന്ന് പറഞ്ഞാൽ അത് ഭാവനകളെയും ഭാവനവൽക്കരിക്കുന്നതിലേക്കും യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിലേക്കുമാണ് അവർ ആളുകളെ ക്ഷണിച്ചതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സാഹിത്യം നയിച്ചത്. അങ്ങനെയാണെങ്കിൽ വാഖഇയ്യ റിയലായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബദ അൽ ഉദബാ ഉൽ വാഖഇയ്യൂന യറൗന അന്നഹു മിനൽ ദറൂരി അർദൽ വാഖഇ കമാഹു, ഈ റിയലിസത്തിൻ്റെ സാഹിത്യകാരന്മാർ മനസ്സിലാക്കി സംഭവങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും അതുപോലെ അവതരിപ്പിക്കൽ അനിവാര്യമാണ് എന്നവർ അഭിപ്രായപ്പെട്ടു. അന്നഹും യജിബു അൻ യകൂനു മുറാഖിബീൻ ദഖീഖീന ലിൽ ഹയാത്തി വൽ മുജ്തമഇ മിൻ ഹൗലിഹിം, അതുകൊണ്ട് തന്നെ അവരാരായിത്തീർന്നു, തൻ്റെ ജീവിതത്തിലും തൻ്റെ സമൂഹത്തിലും തൻ്റെ ചുറ്റുപാടിലും നടക്കുന്ന ഓരോ കാര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളത് ഒരു റിയലിസ്റ്റിക് സാഹിത്യകാരൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. ഫിഹാദ സിയാഖ്, ഈ സന്ദർഭത്തിൽ ഇസ്തഖ്ദമ റിവാഇ വൽ ഫറൻസിയു ഷൻഫ്ലോരി മസ്തലഹ് അൽ വാഖഇയ്യ ലിവസ്ഫി ഹാദ തവജ്ജുഹ് അൽ അദബി, ഇത്തരമൊരു സാഹിത്യ പ്രവണതയെ വാഖഇയ്യ എന്ന റിയലിസം എന്ന പേരുകൊണ്ട്, ആ ഒരു സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഫ്രഞ്ച് നോവലിസ്റ്റായിട്ടുള്ള ഷെൻഫ്ലോറിയാണ്. അദ്ദേഹമാണ് ഈ ഒരു സംഗതിയെ ആദ്യമായിട്ട് ഈ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തശ്മലുൽ വാഖഇയ്യ ഫിൽ അദബി തസ്വീർ ശഖ്സിയാത്തി ബിശക്ലിൻ ദഖീഖിൻ വാഖഇ, ഈ ഒരു വാഖഇയ്യ എന്നുള്ളത്, സാഹിത്യത്തിലെ വാഖഇയ്യ എന്നുള്ളത് ഓരോ ക്യാരക്ടറിനെയും വളരെ സൂക്ഷ്മമായി തന്നെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായും റിയലായിട്ടും ചിത്രീകരിക്കുന്ന രീതി സ്വീകരിച്ചിട്ടുണ്ട്. വഅർദൽ അഹ്ദാസ് വസ്സിറാഅത്തിൽ ഇജ്തിമാഇയ്യ, അതേപോലെ സംഭവങ്ങളെയും സാമൂഹിക സംഘടനകളെയൊക്കെ അത് ആ രൂപത്തിൽ തന്നെ അവതരിപ്പിച്ചു. കമാ തഹദ്ദസ ഫിൽ വാഖഇ, യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചോ അതേ രൂപത്തിൽ. തസ്അ ഇലാ തൗസീഖിൽ വഖാഇ, അതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന സംഘടനകൾ, സംഭവങ്ങൾ, അതിനെയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിലേക്ക് അവർ മുന്നേറ്റം നയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ മുന്നേറിയിട്ടുണ്ട്. വതജാറുബിൽ ഇൻസാനിയ, അതേപോലെ മനുഷ്യൻ്റെ ഓരോ എക്സ്പീരിയൻസ്, അതൊക്കെ ബിദിഖ മൗദൂഇയ്യ, വളരെ സൂക്ഷ്മമായിട്ടും വളരെ വസ്തുനിഷ്ഠമായിട്ടും അവയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന കാര്യത്തിലേക്കാണ് അവർ മുന്നേറിയിട്ടുള്ളത്. യഅ്കിസുൽ അദബുൽ വാഖഇ അയ്ളൻ അത്തഖദ്ദും അൽ ഇൽമി വ ടെക്നോളജി ഫിൽ അസ്ർ ഹദീസ, അതുപോലെ തന്നെ ഈ ഒരു
റിയൽ സാഹിത്യം, റിയലിസ്റ്റിക് ആയിട്ടുള്ള ലിറ്ററേച്ചർ എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ടെക്നോളജി മുന്നേറ്റങ്ങൾ അതിൻ്റെയൊക്കെ പ്രതിഫലനം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹൈസു യുതീഹുലിൽ കുത്താബി ഇസ്തിഖ്ദാം അൽ മഅരിഫ അൽ ഇൽമിയ, അതുകൊണ്ട് തന്നെ എഴുത്തുകാർക്ക് വിജ്ഞാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. വത്തജ്രീബിയ, അവരുടെ എക്സ്പീരിയൻസൊക്കെ ഫി തസ്വീരിൽ വാഖഇ, റിയലായ രൂപത്തിൽ തന്നെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളതും ഈ ഒരു ടെക്നോളജിയുടെ മുന്നേറ്റം അവരെ സഹായിച്ചിട്ടുണ്ട്. യുംകിൻ കുത്താബി തസ്ലീത്ത് അദ്ദൗ ഇലാ ഖളാഇ ഇജ്തിമാഇയ്യ വസിയാസിയ്യ മുഹിമ്മ, വളരെ സുപ്രധാനമായ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വിഷയങ്ങളിൽ എഴുത്തുകാർ അവരുടെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. വതസ്ലീത്ത് അദ്ദൗ ഇലാ തഫാസിൽ ഹയാത്തിൽ ബഷർ, മനുഷ്യ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ ബിശക്ലിൻ വാഖഇ മസാദിഖിൻ, സത്യസന്ധമായ നിലക്ക് റിയലായ രൂപത്തിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ റിയലിസം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ റിയലായ കാര്യങ്ങളെ നേർക്കുനേരെ അവതരിപ്പിക്കുക എന്ന രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ജീവിതം, ചുറ്റുപാടുകൾ, സമൂഹം, ലോകം, ഇതിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനെ അവതരിപ്പിക്കുന്നതിലേക്ക് അവർ മുന്നോട്ട് വന്നു. ഇവർ റൊമാൻറ്റിസത്തിന് എതിരായിട്ടാണ് രംഗത്ത് വന്നത്. റൊമാൻസിയ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ നേർക്കുനേരെ പറയാതെ അതിനെ ഭംഗി കൂട്ടി, ഖയാല് കൂട്ടി, ഭാവന കൂട്ടി അവതരിപ്പിക്കാനാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇനി 3.1.1 അൽ മദ്രസത്തു അൽ വാഖഇയ്യ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലേക്കുള്ള വാഖഇയുടെ മുന്നേറ്റം എങ്ങനെയായിരുന്നു? ഗലബത്ത് നസാഅത്തു റൊമാൻസി അൽ അറബി ഫിൽ മുദ്ദ അൽ വാഖഇ ബൈനൽ ഹർബൈൻ അൽ ആലമിയത്തിന്, 1-2 ലോകമഹായുദ്ധങ്ങൾ നടക്കുന്ന കാലഘട്ടങ്ങളിൽ അറബി കവിതകളിൽ റൊമാൻറ്റിസം എന്ന കാഴ്ചപ്പാടായിരുന്നു അതിജയിച്ച് നിന്നിരുന്നത്. ثم ظهرت في الحياة عوامل جديدة عملت على انحسار تيار الرومانسية وبروز النزعة الواقعية. പിന്നെ അതിനെ തുടർന്ന് പുതിയ ചില സാഹചര്യങ്ങളും പുതിയ ചില ഘടകങ്ങളും രംഗത്തു വന്നു. അവ ഈ റൊമാൻറ്റിസത്തെ തകർക്കാൻ കാരണമായി. അതോടൊപ്പം റിയലിസം എന്ന കാഴ്ചപ്പാട് വളർന്നു വരാനും ഉയർന്നു വരാനും കാരണമായി. വദാലിക്കൽ അഅഖാബിൽ ഹർബിൽ ആലമിയ അൽ സനിയ, അത് 2ാം ലോക മഹായുദ്ധത്തെ തുടർന്നാണ് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കും. അസ്ബാബ് ളുഹൂരിൽ മദ്രസത്തുൽ വാഖഇ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ റിയലിസം എന്ന കാഴ്ചപ്പാട് ഉണ്ടാകുവാനുള്ള 5 കാരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 1, മാ അഹ്ദസഹുൽ ഹർബുൽ ആലമിയ സാനിയ മിൻ തഗ്യീറാത്തിൻ സിയാസിയ്യ വഇജ്തിമാഇയ്യ, 2ാം ലോക മഹായുദ്ധം സമൂഹത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക ചുറ്റുപാടുകൾ, ആ ചുറ്റുപാടുകളെ മാറ്റം ആണ് ഒരു കാരണം. 2ാമത്തത് അസ്റാഉൽ മദ്ഹബി ബൈനൽ മുഅസ്കറൈൻ അൽ ഗർബി വശർഖി, അതേപോലെ കിഴക്ക് പടിഞ്ഞാറ്, പൗരസ്ത്യർ പാശ്ചാത്യർ എന്ന ആ 2 ആശയധാരകൾ തമ്മിലുള്ള സംഘടനവും റിയലിസത്തിൻ്റെ വരവിലേക്ക് വഴിവെച്ചു. 3ാമത്തെ ഹറക്കാത്തു തഹറുർ സിയാസി വൽ ഇജ്തിമാഇ ഫി ആസിയ വ അഫ്രീഖിയ, ആഫ്രിക്ക, ഏഷ്യ ഈ മേഖലകളിലെ സാമൂഹിക രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ മുന്നേറ്റങ്ങൾ ഇതൊരു കാരണമായിട്ടുണ്ട്. അടുത്ത ഇന്തിഷാറു സഖാഫാത്തി ദാഇയ ഇല തഹറുരി വ ഹുഖൂഖി ശുഊബി, സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമുള്ള ചില ആ നിലക്കുള്ള സാംസ്കാരികമായ വ്യാപനങ്ങൾ, ആ നിലക്കുള്ള മുറവിളികൾ, ഇതൊക്കെയും റിയലിസത്തിൻ്റെ കാരണമായിട്ടുണ്ട്. 5ാമത്തെ ഹസീമത്തുൽ അറബി ഫി ഫിലസ്തീൻ വനക്ബത്ത് ഷഅബിൽ ഫിലസ്തീനി വതഅ്സീറു ദാലിക അശ്ശുഉബിൽ അറബിയ്യ, ഫലസ്തീനിൻ്റെ വിഷയത്തിൽ അറബികളുടെ പരാജയം, അതേപോലെ ഫലസ്തീൻ ജനതകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇത് അറേബ്യൻ സമൂഹത്തെ എത്രമാത്രം സ്വാധീനിച്ചു. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അറേബ്യൻ കവിതകളിൽ റിയലിസം എന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തജ്ദീദുല്ലദീ ദഅഅത് ഇലൈഹി മദ്രസത്തുൽ വാഖഇയ്യ, ഇനി ഈ റിയലിസം മുന്നോട്ട് വെച്ച പുതുമകൾ എന്തൊക്കെ? മിൻ നാഹിയത്തിൽ മദ്മൂനി ശുഅറാഉ ഹാദിൽ മദ്രസ യഅ്തബിറൂൻ അന്ന, 2 നിലക്ക് നമുക്ക് എന്തു പറയാൻ പറ്റും? കവിതകളിൽ പല പുരോഗതികളിലേക്ക്, പുതുമകളിലേക്ക് വാഖഇൻ്റെ ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട്. അത് 1, അതിനെ കണ്ടൻറ്റ് മേഖല എടുത്താൽ, മദ്മൂന് മേഖല എടുത്താൽ ശുഅറാക്കൾ പരിഗണിച്ച 1 അന്ന ശിഅറ തഅബീറുൻ അൻ മുആനാത്തിൻ ഹഖീഖിയ്യത്തിൻ ലിൽ വാഖഇ, യാഥാർത്ഥ്യ വാഖഇനോടുള്ള ശക്തമായിട്ടുള്ള പ്രതിസന്ധികൾ, മുആനാത്ത് ബുദ്ധിമുട്ടുകൾ ആവിഷ്കരിക്കലാണ്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, ഇത് അവതരിപ്പിക്കുന്നതാവണം കവിത എന്ന് അവർ വാദിച്ചു. വർത്തിബാത്തു വസീഖിൻ ബിഹി, അത് കറക്റ്റ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി കൃത്യമായി ബന്ധമുള്ളതായിരിക്കണം. 2ാമത്തെ മൗദൂഅത്തു ശുഅരി ഫി നഫ്സിഹ മൗദൂഅത്തുൽ ഹയാത്ത്, കവിതയുടെ വിഷയം തന്നെ, ടോപ്പിക്കിന് എന്താവണം? ജീവിത ടോപ്പിക്കുകളായി മാറണം. ലിശ്ശഅരി വളീഫത്താനി സനിയത്താനി വജ്തമഇയ്യത്താനി ഹുമാ, അതോടൊപ്പം അവർ പറഞ്ഞു കവിതയ്ക്ക് അത് മാനുഷികമായ സാമൂഹികമായ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. അതേതൊക്കെയാണ്? 1 മുഹാറബത്തു അസ്സൈഫി വൽ ഫസാദി വത്തഖല്ലുഫി ഫിൽ മുജ്തമഇ, സമൂഹത്തിൽ കാണുന്ന പിന്നോക്കാവസ്ഥ, സമൂഹത്തിലെ കുഴപ്പങ്ങൾ, ഇതിനെയൊക്കെ തുടച്ചു നീക്കുക എന്നുള്ളത് കവിത ലക്ഷ്യമാണ്. അതേപോലെ മുആസറത്തു ഹറകാത്തി തഹറുർ സിയാസി വൽ ഇജ്തിമാഇ, സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെയും സ്വാതന്ത്ര്യ മുന്നേറ്റങ്ങളെയും ശക്തി പകരുക എന്നുള്ളതും കവിതയുടെ ലക്ഷ്യമാണ് എന്ന്, ആ കവിതയുടെ ഡ്യൂട്ടിയാണ് എന്ന് റിയലിസത്തിൻ്റെ ആളുകൾ വാദിച്ചു.
അടുത്ത ദഅവത്തിലെ ഹയാത്തിൻ അഫ്ദല തസൂദുഹൽ അദാല വസ്സലാമ, സമാധാനം അതേപോലെ നീതി, ഇത് ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിലേക്ക് വേണ്ടി, അങ്ങനത്തെ ജീവിതത്തിന് വേണ്ടി ശ്രോതാക്കളെ അല്ലെങ്കിൽ കവിത ഇഷ്ടപ്പെടുന്ന ആളുകൾ ക്ഷണിക്കുക എന്നുള്ളത് കവിതയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇത് കണ്ടൻറ്റിൽ വന്ന മാറ്റമാണ്. കണ്ടൻറ്റിൽ മാറ്റം വന്നു. ഒന്ന്, ഈ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കണം, അത് കൃത്യമായിരിക്കണം. 2, കവിതയുടെ വിഷയം തന്നെ ജീവിതമായിരിക്കണം. 3, കവിതൻ്റെ ഡ്യൂട്ടിയാണ് ഫസാദുകൾ ഇല്ലാതാക്കുക, ബുദ്ധിമുട്ടുകൾ അതേപോലെ തഖല്ലുഫ് പിന്നോക്കാവസ്ഥയെ ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെ. അതോടൊപ്പം തന്നെ കവിതൻ്റെ ഡ്യൂട്ടിയാണ് രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള മോചനത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ശക്തി പകരുക എന്നുള്ളത്, ഏറ്റവും സമാധാനവും നീതിയുക്തമായ ജീവിതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതും. ഇനി അതിൻ്റെ ഷക്കിൽ ചില മാറ്റം വന്നിട്ടുണ്ട്. ഷക്കിലിന രൂപം, ഘടന. ഫശുഅറാഉ ഹാദിഹിൽ മദ്രസ ഗയ്യറു ശക്ല ഖസീദ വതരീഖത ബിനാഇഹ വമുസീഖിഹ വസായിൽ തഅബീർ ഫിഹ. അവർ ചില മാറ്റങ്ങൾ വരുത്തി. കവിതയുടെ ഘടനയിൽ മാറ്റം വരുത്തി, അതെങ്ങനെ നിർമ്മിച്ചെടുക്കണം എന്നുള്ള വിഷയത്തിൽ മാറ്റം വരുത്തി. അതിൻ്റെ മ്യൂസിക്കൽ ഘടന എന്തായിരിക്കണം അതിൽ മാറ്റം വരുത്തി. ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് അതിൽ മാറ്റം വരുത്തി. ഏതൊക്കെയാണ് അവർ ചെയ്തത്? അസ്ബഹത്തുൽ ഖസീദത്തു ബിനാഅൻ ശുഊരിയൻ യബ്ദഉ മിൻ ലഹദത്തിൻ മുഅയ്യന ثم يأخذ في النمو الطفري حتى يكتمل بنهاية القصيدة. കവിത എന്ന് പറഞ്ഞാൽ അതെന്തായിത്തീരുന്നു? ബിനാഅൻ ശുഊരിയൻ, ചില ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രക്ചർ അതിനുണ്ടാവണമെന്ന് ആ രൂപത്തിലേക്ക് അവർ കവിത മാറ്റി. ഏതുപോലെ നിർണിതമായ നിമിഷങ്ങളിലൊക്കെ ചില ഇമോഷണൽ കാര്യങ്ങളോട് കൂടിയായിരിക്കണം കവിത മുന്നോട്ട് പോകേണ്ടത്. അതന്നെ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അതിങ്ങനെ വളർന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന് അവസാനം അതിൻ്റെ ഒരു സമാപനത്തോടു കൂടെ കവിത അവസാനിക്കുന്നു. പിന്നെ തഖ്സീമുൽ ഖസീദയിൽ മഖാത്തി, ചില സ്റ്റാൻസുകളായിട്ട് കവിതകളെ അവർ തിരിച്ചു. ഹല്ല സത്ർ ഷഅരി മഹല്ലൽ ബൈത്തി വസത്ർ യതൂലു വയഖ്സുറു ഹസ്ബ ദഖീഖ് അദ്ദിഫ്ഖ അശ്ശുരിയ. ഓരോന്നും ഓരോ വരികളും നീളം കൂടിയതും കുറഞ്ഞതൊക്കെ ആയിട്ട് ആ രൂപത്തിൽ വരികളിൽ മാറ്റം വന്നു. അതായത് നമ്മൾ പിന്നെ അമൂദിയല്ലാത്ത കവിതകളൊക്കെ വരുമ്പോൾ അവിടുത്തെ ഫീലാത്തുകൾ ഏറിയും കുറഞ്ഞൊക്കെ നിന്നു. ഷീറുൽ ഹുറകളൊക്കെ വരുമ്പോൾ തനവഅത്തിൽ ഖവാഫി ബിഗൈരി നിളാമിൻ സാബിത്തിൽ തൗസിഇഹ. അതേപോലെ തന്നെ കാഫിയകളിനെ ഒരേ കാഫിയൻ്റെ വേണമെന്നുള്ള ആ വാദങ്ങളൊക്കെ അവർ വിട്ടു. തനവഅത്തിൽ ഖവാഫി ബിഗൈരി നിളാമിൻ സാബിത്തിൻ, ഒരു കൃത്യമായ മുമ്പുണ്ടായിരുന്ന ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാഫിയ എന്ന രൂപത്തിൽ മാറി പല കാഫികൾ മാറി വന്നു. എഴുത്തമത് അൽ മൂസിഖ ദാഖിലി വൽ അജറസിൽ അൽഫാദ്, അതേപോലെ അവർ അതിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള മ്യൂസിക്കൽ സ്ട്രക്ചറിന് അവരെന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തു. പദങ്ങളിലെ ആ ഒരു മുഴക്കത്തെയും അൽഫാദുഹും ഖരീബ മിൻ ലുഗത്തിൽ ഹയാത്ത്, അതിൽ അവരുപയോഗിക്കുന്ന അധിക ലഫ്ളുകളും ജീവിതവുമായി ബന്ധപ്പെട്ട ലഫ്ളുകളാണ് അവർ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ പ്രസിദ്ധരായ ആൾക്കാരാണ്. മിൻ ഷുഅറാ അഷ്ഹരി ഷുഅറാ ഇൽ മദ്രസത്തിൽ വാഖഇ ഫിൽ അദബിൽ അറബി മിൻ മിസ്ർ, ഈജിപ്തിൽ നിന്ന് സലാഹ് അബ്ദുൽ സബൂർ, അഹമ്മദ് അബ്ദുൽ മുഅ്തി ഹിജാസി. മിൻ ഫിലസ്തീൻ ഫദ്വ തുഖാൻ, സൽമ അൽ ഖദ്റ. മിൻ ലുബ്നാൻ, ലബനാനിൽ നിന്ന് ഖലീൽ ഹാവി, യൂസുഫ് അൽ ഖാൽ, അലി അഹമ്മദ് സഈദ്. ഇത്രയും ഭാഗമാണ് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് യൂണിറ്റ് 2 മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.